നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പ്രസവിച്ച അമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ലീക്കേജ് ഓഫ് പി അല്ലെങ്കിൽ ലീക്കേജ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, മൂത്രം അറിയാതെ ഒഴിച്ചു പോവുക എന്നുള്ളൊരു കണ്ടീഷനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. 10 സ്ത്രീകളിൽ പ്രസവിച്ച് വജൈനൽ ഡെലിവറി മെയിൻലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 4 സ്ത്രീകൾക്കും വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ എന്നുള്ളത് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൽവിക് ഫ്ലോർ സ്ട്രെച്ച് ആകുന്നു, അതായത് അതിന് വികാസം സംഭവിക്കുമ്പോൾ അതിന് മസിലിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുപോലെ നെർവിന് വരുന്ന ഡാമേജ്, ചില ആൾക്കാർക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ട് മസിലിന് പ്രശ്നങ്ങൾ വരാം. അങ്ങനെ മസിലിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ യൂറിൻ പോകുന്നതിന് കാരണമാവുന്നത് കേട്ടോ. നമ്മൾ ചിരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ അതുപോലെ തന്നെ ശക്തിയായിട്ട് ഇരിക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ നമുക്കൊരു ഹെവി വീക്ക്നെസ് വന്നാൽ, പനി പോലത്തെ എന്തെങ്കിലും ഒരു ശരീരവേദനയൊക്കെ വന്നാലും മൂത്രം അറിയാതെ തന്നെ പോകുകയാണ്. പെട്ടെന്ന് മൂത്രം പോകണം എന്നുള്ളത് തോന്നല്. തീർച്ചയായിട്ടും ഇതിന് ആയുർവേദത്തിൽ മെഡിക്കേഷൻ ഉണ്ട് കേട്ടോ, മരുന്നകത്തേക്കുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ ഒരു ദിനചര്യയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡോക്ടർ നിങ്ങളോട് ഉപദേശിക്കും. അതുപോലെ തന്നെ കീഗൽ എക്സസൈസസും കോർ സ്ട്രെങ്തനിങ് എക്സസൈസും ഉണ്ട് മസിൽസിന്റെ. അപ്പൊ ഇതെല്ലാം ഉണ്ട്. എക്സസൈസ് കൊണ്ട് തീർച്ചയായിട്ടും ഈ സാധനം മാറുന്നതാണ്. പക്ഷേ നിങ്ങളൊരു 5 months എങ്കിലും കണ്ടിന്യൂസ്ലി എക്സസൈസ് ചെയ്യേണ്ടി വരും. ഹെവി എക്സസൈസസ് അല്ല ഇതിന്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂറിനറി മസിൽസിന്റെ ഒക്കെ ഒരു ടോണിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമുക്കത് നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായ എക്സസൈസസ്, ഭക്ഷണ പദാർത്ഥങ്ങൾ മെയിൻലി ഉണ്ട്. അതുപോലെ തന്നെ മരുന്നും ഉണ്ട് ആയുർവേദത്തിൽ. നേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസും ഉണ്ട് ആയുർവേദത്തിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ഉണ്ടാവും. അപ്പം ഞാനിത് ഇവിടെ പറയാൻ കാരണം, നമ്മുടെ അടുത്തൊരു കുട്ടി, അതായത് പ്രസവത്തിന് മുന്നേ ഈ ഒരു കണ്ടീഷൻ വന്നൊരു കുട്ടി വന്നു ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനായിട്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞെന്ന്. അതായത് സത്യം പറഞ്ഞാൽ കുറെ പേര് അനുഭവിക്കുന്നുണ്ട്. ഇത് പ്രസവശേഷം കോമൺ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ അതായത് പ്രസവശേഷം വരേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നത്, പക്ഷെ അല്ല കേട്ടോ. ഇത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല, ഇത് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പാഡൊക്കെ വെച്ച് സ്ഥിരം നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലീക്കേജ് പേടിച്ചിട്ട് യാത്ര വരെ പോവാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നിങ്ങൾ പ്രസവം കഴിയുന്ന സമയത്തൊക്കെ ഇതിന്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഗുണം ചെയ്യും നിങ്ങൾക്ക്. നിങ്ങളുടെ ആ ഒരു പ്രസവത്തിന്റെ അവധി അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്രമം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം മാറുന്നതായിട്ടും കാണും കേട്ടോ, ഈ ഒരു എക്സസൈസസും മെഡിസിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. മരുന്നുള്ളതും എക്സസൈസ് ചെയ്താൽ മാറുന്നതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.